ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. ലക്ഷ്മണോപദേശത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഓരോ ആശയങ്ങളെയായിട്ട് അവിടെ സൂചിപ്പിച്ചു. ഈ ദേഹത്തിൻ്റെ അസ്ഥിരത, അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ദേഹത്തിൻ്റെ അസ്ഥിരതയെ വളരെയധികം ശ്ലോകങ്ങളിൽ കൂടി വളരെയധികം സമ്പുഷ്ടങ്ങളായ ആശയങ്ങളെ കൊണ്ട് ആചാര്യൻ അവതരിപ്പിക്കുന്നത്? സാധാരണ എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും, പ്രത്യേകിച്ച് വിവേകം കൂടുതലുണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ, വിവേകം കൂടുന്നതിനനുസരിച്ച് ദേഹബുദ്ധി കൂടുതലാകുന്ന അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദേഹത്തിൻ്റെ അസ്ഥിരത എത്ര മോശമായ ഒന്നാണ് ഈ ശരീരം, കേൾക്കുന്നില്ല, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഈ ദേഹം ദേഹം നശിക്കുന്നതാണ് എന്നുള്ള അത് സൂചിപ്പിച്ചു. ദേഹം കൊണ്ട് അഭിമാനം, ഏതെല്ലാം ഘടകങ്ങളിൽ നാം അഭിമാനിക്കുന്നുവോ അത് മുഴുവൻ ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണിപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം, ഇങ്ങനെയൊക്കെ ആമ്പ്രേഡിതം വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് മുഴുവൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദേഹവുമായിട്ടാണ്. ബ്രാഹ്മണനാണെന്നോ, ആഢ്യനാണെന്നോ, സ്ത്രീയാണെന്നോ, പുരുഷനാണെന്നോ, മുത്തശ്ശനാണെന്നോ, ഓഫീസറാണെന്നോ, പൂജാരിയാണെന്നോ, ഇത് മുഴുവൻ ഏതാണ്ട് 90% ദേഹവുമായിട്ടും ബാക്കി അല്പസ്വല്പം മനസ്സിൻ്റെ ബുദ്ധിയുടെ തരത്തിലും നമ്മൾ പറയുന്ന മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നർത്ഥം. അതുകൊണ്ട് അതെല്ലാം നശിക്കുന്നതാണ്. അതാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3 തരത്തിൽ ദേഹം ഇല്ലാതാകുന്നത് സൂചിപ്പിച്ചു. ദേഹത്തിലെ ചൈതന്യം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് 3 തരത്തിൽ ഈ ബോഡി ഡിസ്പോസ് ചെയ്യുന്നത്, അതിനെ സൂചിപ്പിച്ചു. അവിടെ എന്തൊക്കെയായിരുന്നു? ചിലർ വെറുതെ കൊണ്ടിട്ടിട്ട് ജന്തുക്കൾ ഭക്ഷിച്ചു പോകും. ചിലർ അഗ്നിയിൽ ദഹിപ്പിച്ച് വെണ്ണീറായിട്ട് വരും. ചിലർ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കൃമികളായിട്ട് പോകും. ഇതിലേറ്റവും നല്ലതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് എന്താണ്? ദഹിപ്പിക്കലാണ് എന്നർത്ഥം. ഏറ്റവും ദോഷമായിട്ടുള്ളത് എന്താണ്? മണ്ണിൽ കുഴിച്ചിടുന്നതുമാണ്. ഒരു ആചാര്യൻ അടുത്ത കാലത്ത് സൂചിപ്പിച്ചത്, കേരളത്തിൽ രോഗങ്ങൾ പെരുകുന്നതിന്, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പെരുകുന്നത് കേരളത്തിലാണ് എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്ക് സഹിതം അദ്ദേഹം സൂചിപ്പിച്ചിട്ട് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മണ്ണിൽ ശവശരീരം കുഴിച്ചിരുന്നത് കേരളത്തിലാണ് എന്ന്. അപ്പോഴൊരു ചോദ്യം വന്ന് അദ്ദേഹം തന്നെ ഉദ്ധരിച്ചു, അപ്പോൾ എല്ലാവരും ദഹിപ്പിക്കണമെന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ചില മതവിഭാഗങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം പറഞ്ഞത്. ദഹിപ്പിച്ചേ കഴിയുന്നുണ്ടോ? മണ്ണിൽ ഇരുത്തിക്കൂടെ? തീർച്ചയായിട്ടും മണ്ണിലാവാം. പക്ഷേ ഇത് ശരീരം ചീഞ്ഞളിഞ്ഞ് മണ്ണിലേക്ക് വ്യാപിക്കാതിരിക്കത്തക്കവണ്ണം അത് ചെയ്യണം എന്ന്. പണ്ട് നമ്മുടെ ഈ സമാധി ഇരുത്തുക അതുപോലുള്ള ചടങ്ങുകളിൽ ഈ മഹാത്മാക്കളെ, സന്യാസിമാരെയൊക്കെ അതെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം വിശദീകരിച്ചു. അതെന്നിട്ട് അല്ലേ, കർപ്പൂരവും ഉപ്പും മണലും ഭസ്മവും ഒക്കെ കൂടെ ഇട്ടിട്ട് ദഹിപ്പിക്കുന്ന രീതി. അദ്ദേഹം പറയുന്നത് വെല്ലുവിളിക്കുന്ന സ്വരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ശരീരം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് വെളിയിലേക്ക് പോവില്ല എന്നാണ്. അതേസമയത്ത് വെറുതെ കൊണ്ട് കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ പെട്ടിക്കകത്ത് വെച്ചിട്ടാൽ
ഇത് മുഴുവൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സമീപത്തുള്ള ജലാശയങ്ങളിലേക്കും ഫലങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചു പോകും. സന്ദർഭവശാൽ സൂചിപ്പിച്ചതാണ് ശരീരം ദഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യപരമായ സാമൂഹ്യമായ മേന്മ. പിന്നെ ഈ ശരീരം എന്താണ്? അധ്രുവമാണ്, അതും സൂചിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ശരീരത്തിൽ നിന്നുണ്ടായ അഭിമാനം, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന, ഈ നിനക്കുണ്ടായ ഈ മോഹം ഏതിൽ നിന്നുണ്ടായതാണ്? ദേഹാഭിമാനത്തിൽ നിന്നുണ്ടായതാണ്. അല്ലേ? ഈ രാജാഭിഷേകം നടത്തും, അച്ഛനെ പിടിച്ചു കെട്ടും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞ? മുഴുവൻ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നീ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ലോകം ദഹിപ്പിക്കുമെന്ന് നീ പറഞ്ഞതൊക്കെ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ. അവിടെ ജ്ഞാനമില്ല എന്നുള്ളതിനെ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, പരമമായ ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ഇത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നതെന്നർത്ഥം. നേരത്തെ സൂചിപ്പിച്ചു, ദേഹത്തിൻ്റെ തലത്തിലുള്ള ഈ ചിന്തകൾ മുഴുവൻ വരുന്നത് ദേഹത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ അറിയാത്തത് കൊണ്ട്. മറ്റൊന്ന് വിവേകരാഹിത്യം, അങ്ങനെ അതിനെ കാണാമെന്നർത്ഥം. ജ്ഞാനമില്ലായ്മ എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ കുറച്ചുകൂടി താണ ഒരു ഭൂമികയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വിവേകത്തിൻ്റെ അഭാവം എന്നും കൂടി, രണ്ടും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും അല്പ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അപ്പോൾ വിവേകത്തിൻ്റെ അഭാവത്തിൽ അഥവാ അവിവേകം കൊണ്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നിയത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ പറഞ്ഞതോ, ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. നേരത്തെ സൂചിപ്പിച്ചു, അനാദി അവിദ്യയെക്കുറിച്ച് നമ്മൾ കുറച്ച് സമയം ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അതിനെ അനാദി എന്ന് വിളിക്കുന്നതൊക്കെ രജ്ജു സർപ്പ ഭ്രാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പൊ ദേഹോഹം എന്ന ബുദ്ധി നേരത്തെ പറഞ്ഞു, ചേതോ വിമോഹിനി മയക്കായികമായതവ ദേഹോഹം. ദേഹോഹം എന്ന് പറഞ്ഞാൽ അഹം ദേഹഹ. ഇത്തിരി സംസ്കൃതമൊക്കെ മനസ്സിലാക്കിയെങ്കിലേ നോക്കൂ. അഹം ദേഹഹ, ഞാൻ ദേഹമാണ്. അതെന്തിൻ്റെ പ്രൊജക്ഷനാണ്? അവിദ്യയുടെ പ്രൊജക്ഷനാണ്. ഞാൻ വാസ്തവത്തിൽ ഈ ദേഹമാണോ? ഞാൻ ദേഹം എന്ന് പറയുന്നത് ശരിയല്ല, ഈ ദേഹം എൻ്റേതെന്ന് പറയുന്നത് ശരിയല്ല. രാവിലെ നമ്മൾ കണ്ടതാണ്. എൻ്റേതാണെങ്കിൽ എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. അല്ലേ? ഈ ദേഹം എൻ്റെ നിയന്ത്രണത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എൻ്റെ നിയന്ത്രണത്തിനായിരുന്നുവെങ്കിൽ ഞാൻ ഇതിന് വയസ്സാകാനും അസുഖം ബാധിക്കാനും ഒന്നും സമ്മതിക്കുകയില്ല. നശിക്കുന്നതോ പോട്ടെ, സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് അതിനെ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നു എന്നർത്ഥം. പ്രായമായി എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരാതിരിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാനല്ല, പിന്നെ എനിക്ക് വരാതിരിക്കാൻ ഞാൻ ചില വിദ്യകളൊക്കെ ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നു എന്നർത്ഥം. അവിടെ എവിടെയൊക്കെ വെളുത്തു തുടങ്ങുമ്പോൾ അത് അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ലാത്തർത്ഥം. അതുകൊണ്ട് ഞാനിങ്ങനെ അതിനെ ഉരുട്ടി തൽക്കാലത്തേക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് ഒക്കെ നടക്കുന്നു എന്നർത്ഥം. ഇതിനൊക്കെയുള്ള കാര്യം എന്താണ്? മോഹമാതാവാം അവിദ്യയാകുന്നതും. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. നടനമാണ്, ഉള്ളിലറിയാം. നടനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിൽ ശരിയായ അവസ്ഥയെ ബോധിച്ചുകൊണ്ട് പുറമേ എന്തെങ്കിലും കാട്ടുന്നതിനെയാണ് ആക്ട് ചെയ്യുക. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഏത് വേഷം കെട്ടിയാലും അവർക്കുള്ളിലറിയാം എന്ത്? വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാലും വേഷം കെട്ടുന്നതിന് മുമ്പും വേഷം വെച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ മമ്മൂട്ടി തന്നെയാണ് എന്ന് എങ്ങനെ അറിയാം? പക്ഷെ നമുക്കറിയില്ല. നമ്മൾ ഓരോ വേഷം സ്വീകരിക്കുമ്പോൾ ആ വേഷത്തോട് താതാത്മ്യം പ്രാപിച്ചിട്ട് ഇതാണ് തകരാറ് ഉണ്ടാകുക. അതാണ് അവിദ്യ എന്ന് സൂചിപ്പിച്ചത്. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നത്
മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യകൾ. അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. എന്ത്? മോഹൈക ഹന്ത്രി. മോഹം നേരത്തെ പറഞ്ഞു എന്താണെന്നുള്ളത്. ആ മായാമോഹത്തെ, തെറ്റിദ്ധാരണയെ, അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്നതാണ് ഹന്ത്രി. അതിനെ ഇല്ലാതാക്കണം. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വഴി? അവിദ്യ ഇല്ലാതാകണമെങ്കിൽ എന്ത് വരണം? വിദ്യ വന്നേ മതിയാകും. അതിന് വേറെ ഷോർട്ട് കട്ടില്ല. എളുപ്പവഴികൾ, കുറുക്കു വഴികൾ ഒന്നും തന്നെ ഇല്ല. ഉറപ്പാണ് എന്നർത്ഥം. അപ്പോൾ അറിയേണ്ടത് എന്താണ്? ഞാൻ ഈ ദേഹമല്ല. ദേഹമല്ല എന്ന് പറയുമ്പോൾ ബാക്കിയൂടെ പറയണം. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ജഡങ്ങളായ ശരീരമനോബുദ്ധിയാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം ചേർക്കാതെ ഈ മരുന്ന് കഴിക്കൂ. ഏത് മരുന്ന്? ഇപ്പം ഈ പറഞ്ഞ മരുന്ന്. എന്നൂടെ പറയണം. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ജഡങ്ങളായ ശരീരമനോബുദ്ധിയാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. അല്പം പോലും വെള്ളം ചേർക്കരുത്. സാധാരണ മരുന്നൊക്കെ ഇത്തിരി വെള്ളം ചേർത്ത് കഴിക്കാൻ പറയില്ലേ? കഷായമൊക്കെ കോൺസെൻട്രേറ്റ് ആണ്. ഇതൊട്ടും വെള്ളം ചേർക്കാതെ ദിവസം 3 തവണയെങ്കിലും കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോൾ വിവരം അറിയും. യാതൊരു സംശയമല്ല. ഉറപ്പ്, ഗ്യാരണ്ടി. നമ്മളെ പറയുന്നത് പിന്നെ ഗുരുപരമ്പരയെ സാക്ഷി നിർത്തി ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി പറയാം. ഒരാഴ്ച ഈ മരുന്ന് 3 നേരം മുടങ്ങാതെ കഴിച്ചു നോക്കൂ. വലിയ മാറ്റം നമ്മുടെ ചിന്താപദ്ധതിയിൽ ഉണ്ടാകുന്ന ഉറപ്പാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് വിടാൻ തോന്നുന്നില്ല. വേറെ എല്ലാ മന്ത്രവും വേണ്ടാന്ന് വെച്ചിട്ട് അത് മാത്രം ജപിക്കുന്ന കാഴ്ച ഉറപ്പാണ്. പരീക്ഷിച്ച് നോക്കൂ സംശയം ഉണ്ടെങ്കിൽ. എന്തായാലും ഇനിയിപ്പോൾ 3-4 ദിവസം കൂടെ നമ്മളിവിടെ ഒരുമിച്ചുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വിവരം പറയൂ. നാരായണ ഗുരുവായൂരപ്പ. ഇപ്പം എന്താ ഓർക്കേണ്ടത്? ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ജഡങ്ങളായ ശരീരമനോബുദ്ധിയാദികളെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്. ഇത്ര ഓർത്താൽ മതി. ചെറിയ വാചകമല്ലേ, ഒരു പ്രയാസമില്ലാതെ. എന്തുകൊണ്ടാണ് ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് പറഞ്ഞത്? ഈ 3 ഉപാധികളിൽ കൂടിയാണ് നമ്മുടെ ഉള്ളിലെ ചൈതന്യം പ്രകടമാകുന്നത്. ഏറ്റവും സ്ഥൂലമായിട്ട് ഈ ശരീരത്തിൽ കൂടി, സൂക്ഷ്മമായിട്ട് മനസ്സിലും ബുദ്ധിയിലും കൂടി. 4മതൊരു ഉപാധി ഇല്ല. പണ്ടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഗുരുനാഥന്റെ മാതൃക പിന്തുടർന്നിട്ട് ഒരു ചാർട്ട് വെക്കാറുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു ഇതൊക്കെ പറയുമ്പോഴെന്നർത്ഥം. BMI, ബോഡി, മൈൻഡ്, ഇന്റലക്ട്. അതിനെക്കുറിച്ചൊരു വിവരണമൊക്കെ കൂടെ കൊടുത്തിട്ട് ഈ 3 ഉപാധികളെ നമുക്ക് ഉള്ളൂ. ഇതിൽ കൂടിയാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം പ്രകടമാകുന്നത്. നമ്മുടെ മാത്രമല്ല, പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ശരീരങ്ങളിലും കൂടി പ്രകടമാകുന്നത് ഇതാണ്. അതുകൊണ്ടാണ് തിരിച്ചു ചിന്തിക്കുന്നത്. എന്ത്? ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. 4മതൊന്നില്ല. അതുകൊണ്ട് ഇത് 3 മതി എന്നർത്ഥം. ഭാഗ്യം, 3 ഓർത്താൽ മതിയല്ല. അപ്പൊ ഇത് മറക്കാതെ ഈ മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വിവരം പറയുക 4 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ എന്താ അറിയേണ്ടത്? ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യകൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ശ്രദ്ധിച്ച് വായിക്കുക. സംസാരകാരിണിയായത് വിദ്യയും എന്ന് വായിക്കരുത്. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. എന്താണാവും? ശ്രീകൃഷ്ണ. നേരത്തെ നമ്മൾ പറഞ്ഞു വിദ്യ എന്ന് പറയുന്നത് എന്താണെന്ന്. എന്താണ് വിദ്യ? യാ വിദ്യ സാ വിമുച്യതേ. ദാറ്റ് ഈസ് നോളജ് വിച്ച് ലിബറേറ്റ്സ്. എന്താണ് അർത്ഥം? എന്താണോ മോചിപ്പിക്കുന്നത് അതാണ് വിദ്യ. സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് വിദ്യ. ഇപ്പൊ കമ്പ്യൂട്ടർ വിദ്യ അതൊക്കെ വിദ്യ. പക്ഷേ ശരിയായ അർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ വിദ്യ എന്ന് പറയുന്നത് നമ്മെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്തോ അതാണ്. അതുകൊണ്ടാണ് അതിന്റെ ഫോർമുല പറഞ്ഞത് യാ വിദ്യ സാ വിമുച്യതേ. മോചിപ്പിക്കുന്നത് എന്താണോ അതാണ് വിദ്യ. അപ്പൊ സംസാരത്തെ സൃഷ്ടിക്കുന്നത് അവിദ്യയാണ്, സംസാരത്തെ നശിപ്പിക്കുന്നത് വിദ്യയാണ്. ഈ പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ് അവിടെ കൊടുത്തത്. അതുകൊണ്ട് എന്ത് വേണം? ആകയാൽ മോക്ഷാർത്ഥിയാകിൽ
അതുകൊണ്ട് ആർക്കെങ്കിലും മോക്ഷാർത്ഥി ആകണമെങ്കിൽ, മോക്ഷാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പോലെ, വിദ്യയെ അർത്ഥിക്കുന്നവൻ, മോക്ഷത്തെ അർത്ഥിക്കുന്നവൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഭാഷയിൽ എന്ത് പറയും? രാവിലെ സാധന ചതുഷ്ടയം പറഞ്ഞതിന്റെ ഭാഷയിൽ എന്ത് പറയാൻ പറ്റും? മുമുക്ഷു. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു. അപ്പോൾ മുമുക്ഷു ആകണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. വിദ്യാഭ്യാസം ചെയ്യണം. എന്ത് വിദ്യ? അധ്യാത്മവിദ്യാവിദ്യാനാം. രാവിലെയും പറഞ്ഞെന്ന് ഓർമ്മ, അതോ ഇന്നലെ അല്ലേ? വിദ്യകളിൽ വെച്ച് ഞാൻ അധ്യാത്മവിദ്യയാണ് എന്ന് ഭഗവാൻ വിഭൂതി വിസ്തരിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പൊ അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്തെ അറിയിക്കുന്നതെന്തോ അതാണ് വിദ്യ. അപ്പൊ അത് വിദ്യ അഭ്യസിക്കണം. അതിനെന്ത് വേണം? അഭ്യാസം വേണം എന്നർത്ഥം. അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കറിയാം നല്ലതായിട്ടല്ലേ. പല അഭ്യാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇവിടെ അഭ്യാസം എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ആവർത്തിച്ച് ചെയ്യുന്നതിനെയാണ് അഭ്യാസം. ഇംഗ്ലീഷിൽ എക്സസൈസ് എന്ന് പറയും. ഈ കുട്ടികളുടെ ടെക്സ്റ്റിന്റെ ഒടുവിൽ നോക്കിയാൽ കാണാം എക്സസൈസ്. എന്താ പറയുക? മലയാള പുസ്തകങ്ങളിലാണെങ്കിൽ അഭ്യാസം. ഭഗവത്ഗീതയിലും ഭഗവാൻ ഈ വാക്ക് ഉപയോഗിക്കും. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അപ്പൊ അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിന്റെ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നർത്ഥം. നേരത്തെ പറഞ്ഞില്ലേ 3 നേരം കഴിക്കുന്ന കാര്യം? ഒരു മുടക്കം വരാതെ കഴിച്ചു നോക്കൂ, അപ്പോഴറിയാം എന്നർത്ഥം. അതുകൊണ്ട് മോക്ഷാർത്ഥി ആകണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണം? ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. ഏകാന്തചേതസ്സായിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതിനിടയ്ക്കൊരിത് പോരാന്നർത്ഥം. പിന്നെ ടോപ്പ് പ്രയോറിറ്റി ഐറ്റമായിട്ട്. കാരണം ഇത്രയും കാലം അല്ലാതൊക്കെ ജീവിതം വ്യർത്ഥമാക്കി. 55, 65, 75 ഒക്കെ ആയില്ലേ. ഇനി എന്തിനാണ് വിഷയങ്ങളുടെ പിന്നാലെ മനുഷ്യരെ കളിപ്പിച്ച് ഭഗവാനെ കളിപ്പിച്ച് ഇങ്ങനെ ജീവിതം വ്യർത്ഥമാക്കുന്നത്? ഇനിയെങ്കിലും നല്ല വഴിക്ക് തിരിഞ്ഞൂടെ എന്ന് ചിന്തിക്കൂ. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ ചെയ്തു കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. ഞാൻ എത്രയോ കാലമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഗീത വായിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട്, എന്നിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. പിന്നെ വിധിവത് ഉപനിഷത്തിൽ സൂചിപ്പിക്കും. വിധിവത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിധിപ്രകാരം. അതാണ് ഇവിടെ വേണ്ടുന്നതെന്ന് സൂചിപ്പിച്ചത്. അപ്പൊ അതിന് എന്ത് വേണം? വേണ്ടുന്നത് അറിയില്ലെങ്കിൽ എന്ത് വേണം? ഇപ്പൊ കമ്പ്യൂട്ടറിന് തകരാറ് വന്ന ആരെയാ വിളിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുക. അപ്പൊ അധ്യാത്മവിദ്യയിൽ സഹായം വേണമെങ്കിൽ ആര് വേണം? അധ്യാത്മവിദ്യയിൽ ഉപദേശിക്കാൻ പറ്റിയ ഒരു ഗുരുനാഥനെ സമീപിക്കൂ. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതുപോലെ ആ ഉപദേശം അനുസരിച്ച് നന്നായിട്ട് ചെയ്യൂ. ഒരു ഗുരുവുള്ളവന് മാത്രമേ മോക്ഷാർത്ഥിയായിട്ട് ആ വഴിക്ക് മുമ്പേറാൻ സാധിക്കൂ. പലപ്പോഴും നമ്മളിവിടെ കോട്ട് ചെയ്തതാണ് ആചാര്യവാൻ പുരുഷോ വേദ. ഓർമ്മയിലിരിക്കട്ടെ, ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആചാര്യവാൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ എന്ന് പറയുന്ന പോലെ ആചാര്യൻ ഉള്ളവനെയാണ് ആചാര്യവാൻ. സ്വന്തമായിട്ടൊരു ഗുരു ഉണ്ടായിരിക്കണം എന്നർത്ഥം. ആചാര്യവാൻ പുരുഷനാണ് വേദ അറിയാൻ കഴിയുന്നത്. അപ്പൊ അറിവ് നേടണമെങ്കിൽ എന്ത് വേണം? ഒരു ഗുരുനാഥൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട്? മോക്ഷമാർഗത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. വിദ്യ ഉപദേശിക്കാൻ പറ്റിയ ഒരു ഗുരുനാഥനുള്ളപ്പോൾ മാത്രമാണ്. പിന്നെ നമ്മുടെ ഈ പാപഭാരം മുഴുവൻ ഇറക്കി വയ്ക്കാൻ ഒരു അത്താണിയാണ് ഗുരുനാഥൻ. അപാര കരുണാസിന്ധുക്കളായ മഹാത്മാക്കൾ ഗുരുക്കന്മാരെ
സമീപിക്കൂ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ഈ ജ്ഞാനം എങ്ങനെയാ നേടാൻ കഴിയുക? പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അപ്പൊ എന്ത് ചെയ്യും? തത്വദർശികളായ ജ്ഞാനികളായ മഹാത്മാക്കൾ വേണ്ട ഉപദേശത്തെ തരും. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവന്. എന്താ പറഞ്ഞു? ജനനമറ്റിയിടുമെന്ന് പറഞ്ഞാൽ അതോടെ എന്താണ്? ജനന മരണാദികൾക്ക് അതീതനായ ചൈതന്യമാണ് ഞാൻ എന്ന് ഗുരു ബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തത്വമസി എന്ന് ബോധിപ്പിക്കുന്നു. ഇവിടെ ഉണ്ടോ? അടുത്ത് തന്നെ അതാണ് അവിടെ സൂചിപ്പിച്ചത്. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ. അപ്പൊ ഗുരുദാസനെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തത്വത്തിനുള്ളിലുള്ള പൊരുൾ എന്താണെന്ന്, അതിന്റെ സത്ത എന്താണ്, അതിന്റെ എസൻസ് എന്താണെന്ന് അറിയാനാണ് ഗുരുനാഥനെ സമീപിക്കുന്നത്. അതിന് ഗുരുപദാന്തേ ഭജിപ്പവന്. വെറുതെ ഇതിലെ പോയിട്ട് കാര്യമില്ല. പിന്നെ ഭജാസർവത്തിന് വാക്കിന് എന്താണ് അർത്ഥം? ടു സെർവ് എന്നാണ് അർത്ഥം പറയുന്നത്. ടു സെർവ്, സേവിക്കുക എന്നാണ് ഭജ എന്നുള്ളതിന് അർത്ഥം. എങ്ങനെ സേവിക്കുക? ഏറ്റവും വലിയ ഗുരുസേവയാണ്, ശുശ്രൂഷയാണ് ശ്രോതും ഇച്ഛാ ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം തെറ്റിദ്ധരിക്കും. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ട് ആദര ശുശ്രൂഷ എന്നൊക്കെ പറയുന്നുണ്ട്. ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഗുരുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഏറ്റവും വലിയ ഗുരു ശുശ്രൂഷ എന്താണ്? ശ്രോതും ഇച്ഛാ. ഗുരുനാഥൻ പറയുന്ന വാക്കുകളെ കേട്ട് അനുസരിക്കാനുള്ള മനോഭാവം ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ ഉപദേശം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. പിന്നെ അടുത്ത തവണ വീണ്ടും ചെന്നിട്ട് കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഒരു മഹാഗുരുനാഥന്റെ അടുത്താണ് നമ്മുടെ ഗുരുനാഥൻ പഠിച്ചത്. പക്ഷെ 3 കണ്ടീഷനായിരുന്നു. എന്ത്? ഒന്ന്, പറയുന്ന ഒരു കാര്യവും രണ്ടാമത് പറയുകയില്ല. 2, എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു കഴിഞ്ഞ കാര്യം മുഴുവൻ ഇങ്ങോട്ട്. 3, മലയാളത്തിൽ ഒരക്ഷരം സംസാരിക്കാൻ പാടില്ല. സംസ്കൃതം അല്ലാതെ. 2 പേരും മലയാളികളായിരുന്നെങ്കിൽ ഒരക്ഷരം മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല. എത്ര തപസ്സായിരുന്നു എന്ന് ആലോചിക്കൂ. അതാണ് ഗുരു ശുശ്രൂഷ. ആ ജീവചരിത്രമൊക്കെ വായിക്കണം, കോരിത്തരിക്കും. അതാണ് തപസ്സുകളായ മഹാത്മാക്കൾ. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹം നമുക്ക് വേണം. അതാണ് എഴുത്തച്ഛൻ ഭംഗിയായിട്ട് പറഞ്ഞത്. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവന്. ദഗപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. എന്താ സൂചിപ്പിക്കുന്നത്? ഞാൻ ജനിക്കുന്നവനും മരിക്കുന്നവനും അല്ല എന്ന ബോധ്യം ഗുരുസന്നിധിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നാരായണ നാരായണ നാരായണ. ആകയാൽ അതുകൊണ്ടെന്ത് വേണം? മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ. ഇങ്ങനെ അങ്ങോട്ടൊക്കെ ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക. ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. തത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ, അക്കാര്യത്തിൽ, ആ വഴിക്ക് എന്തുണ്ടാകും? കാമ ക്രോധ ലോഭ മോഹാദികളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. എഴുത്തച്ഛൻ പറയില്ലേ, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത്.
ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിത്. ഈ ചിത്താംബുജം എന്തിനുള്ളതാണ്? തവ ആസ്ഥാനരംഗമാണ്. എന്തുകൊണ്ട്? ഭഗവാൻ ഗീതയിൽ ഉറപ്പായിട്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി സർവസ്യ ചാഹം ഹൃദി സന്നിഷ്ടവഃ പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം ഒക്കെ എവിടെ ഭാവിക്കുന്നത്? ഹൃദി ഭാവയാമി. അപ്പൊ ഹൃദയത്തിൽ എന്തിന്റെ സ്ഥലമായിരിക്കണം? തവാസ്ഥാനരംഗമിത്. പക്ഷെ ഇപ്പൊ അവിടെ ആരാ കയറി? പാട്ടത്തിനല്ല, പിന്നെ അതിനും അപ്പുറത്തുള്ള വല്ലോ ഉള്ളെങ്കിൽ ആട്ടമാണ്. പാട്ടം മാത്രമല്ല, പിന്നെ ഇപ്പൊ അവിടെ ആട്ടവും കൂടാണ് നടക്കുന്നത്. ആരുടെ? ഷഡ്വൈരികള്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ. ഗീത പഠിക്കുമ്പോൾ നമ്മൾ കാണും. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. ആത്മനാശത്തിനുള്ള 3 വാതിൽ മലർക്ക തുറന്നിട്ടിരിക്കുന്നു. എന്താണ്? കാമക്രോധ ലോഭങ്ങൾ. തസ്മാത്, അതുകൊണ്ട് ഏതത്രയം, ഇതിനെ 3നെയും ത്യജേത്, ഉപേക്ഷിക്കും. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ത് സൂചിപ്പിച്ചു? എന്ത്? കാമക്രോധ ലോഭമോഹാദികൾ. അതിൽ പ്രത്യേകിച്ച് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറികടോ. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അടുത്ത ഞായറാഴ്ച നമ്മൾ യജ്ഞം സമർപ്പിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത ഞായറാഴ്ച 9 മുതൽ 10 വരെയുള്ള ഗീതാ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ ശ്ലോകമാണ് എന്നർത്ഥം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. താല്പര്യമുള്ളവര് ഞായറാഴ്ച 9 മണിക്ക് വരൂ. വിഷയധ്യാനത്തിൽ തുടങ്ങി സർവനാശത്തിലെത്തിക്കുന്നു. ക്രോധം ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ട് എവിടെ എത്തി? ബുദ്ധിനാശാത് പ്രണശ്യതി. വെറും നാശമല്ല, പിന്നെ സർവനാശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ടത് പാഴായി പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു. സാധാരണ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആ അർത്ഥമല്ല ശാസ്ത്രത്തിൽ ആത്മഹത്യക്ക് ഉള്ളത്. ശാസ്ത്രദൃഷ്ടിയിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് ഈശ്വരചിന്തയ്ക്ക് മോക്ഷത്തിന് ഉപയോഗിക്കാതെ വ്യർത്ഥമാക്കുന്നതിനെയാണ് ഭാഗവതത്തിലും ഉപനിഷത്തിലും ഒക്കെ ആവർത്തിച്ചു. ഭാഗവതത്തിൽ ആത്മഹ എന്ന വാക്കാണ് ഭഗവാൻ ഉദ്ധവരോട് ഉപദേശിക്കുമ്പോൾ പറയുന്നത്. ഉപനിഷത്തില് ആത്മഘാതി എന്ന വാക്കാണ്. അപ്പൊ ഈ ജീവിതം വ്യർത്ഥമാക്കി കളയുന്നതിനെയാണ് പ്രണശ്യതി എന്ന ശബ്ദം കൊണ്ടും ഭഗവാൻ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ക്രോധം എന്താ? ക്രോധം ശക്തിയായുള്ളോ എന്നതിൽ ക്രോധമറിയിടോ. മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖീകളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. അല്ലെ, ആരെയാ വധിക്കുന്നതെന്നുള്ളതിന് ഒരു കണക്കുമില്ല. ഇത് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത് എന്താണ്? അപ്പോഴുണ്ടായ ക്രോധത്തിലായിരിക്കും പലതും ചെയ്യുന്നത്. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായത് നിർണയം. ക്രോധ ഏവ മഹാൻ
ശത്രു. ഈ ക്രോധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നതോ അടിക്കുക, അത് മാത്രമല്ല ക്രോധം. പിന്നെ ഉള്ളിൽ വരുന്ന വികാരം പോലും ക്രോധമാണത്. പ്രകടിപ്പിക്കാൻ നിവൃത്തിയില്ലായിരിക്കും ചിലപ്പോൾ അടുക്കളയിൽ പോയെന്ന് പിറുപിറുത്തായിരിക്കും ആ ക്രോധം തീർക്കുന്നത്. ആരും അറിഞ്ഞില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രസ്സിംഗ് റൂമിലാണെ കണ്ണാടിയിൽ കൂടെങ്കിലും കണ്ടേനെ, ഇവിടെ ബാത്റൂമിലും കിച്ചണിലും ആയതുകൊണ്ട് ആരും കണ്ടില്ല. പക്ഷെ ക്രോധം വെളിയിൽ വന്നാലത്തേക്കാൾ അപകടമാണ് ഉള്ളിൽ ഒതുക്കുന്നത്. പിന്നെന്താ വഴി? പ്രകടിപ്പിച്ചാൽ അതിനേക്കാൾ കുഴപ്പമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ക്രോധം ഉണ്ടാവാത്ത അവസ്ഥയിലെത്തണം. ഒയ്യോ, ക്രോധം ഉണ്ടായിട്ട് പ്രകടിപ്പിച്ചാൽ അപകടം, പിന്നെ ഉണ്ടായിട്ടുള്ളിൽ അമർത്തിയാൽ അപകടം. അപ്പൊ എന്ത് ചെയ്യണം? ഉള്ളിൽ ക്രോധമേ വരാത്ത അവസ്ഥയിൽ. ഇതൊക്കെ പറയാൻ എളുപ്പമാണേ, പലരും പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായി. പരിശീലിക്കൂ. എല്ലാം അഭ്യാസമാണ് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പരിശീലിക്കൂ തീർച്ചയായിട്ടും. ഇനി എനിക്ക് ഉള്ളിൽ ക്രോധം ഉണ്ടാവില്ല എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ തീരുമാനം മറന്നുപോകും, അത് കഴിയുമ്പോൾ ഓർക്കും. ഒരു കണക്കിന് അതും നല്ലതാണ്, കുറച്ച് കഴിഞ്ഞെങ്കിലും ഓർക്കുന്നത്. വേറൊരാൾ ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർത്ത് കിട്ടിയാൽ അതും വലിയൊരു സാധനയാണ് എന്നർത്ഥം. വിവേകാനന്ദ സ്വാമികളോട് ഒരാളെ ചെന്ന് ഇതുപോലെ ചോദിച്ചു, സ്വാമിജി ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നല്ലോ, ഭാഗ്യവാൻ. പലരും അതറിയാറില്ല. ഏത് മനസ്സ് സ്ലിപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളത് പലരും അറിയാറില്ല. നിങ്ങൾക്കത് അറിയാനെങ്കിലും കഴിയുന്നല്ലോ, മഹാഭാഗ്യം എന്ന് പറഞ്ഞു എന്നാണ്. അല്ലേ? അപ്പൊ ക്രോധം ഉള്ളിൽ വന്നു എന്ന് അറിയുന്നത് തന്നെ സാധനാപഥത്തിൽ നല്ലൊരു സ്റ്റെപ്പാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഒരു അവബോധം തീർച്ചയായിട്ടും നമ്മെ വളരെയധികം സഹായിക്കും. ക്രോധം ഉള്ളിൽ പോലും നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ക്രോധമായാലും അഹിംസയായാലും ഒക്കെ ഉള്ളിൽ വരുമ്പോൾ തന്നെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഫലം അഥവാ സ്വാധീനം, ഇഫക്റ്റ് നമ്മിൽ ആയിക്കഴിഞ്ഞു എന്നർത്ഥം. മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം വലിയൊരു കുറ്റമായിട്ടാണ് നമ്മുടെ ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. പരപുരുഷനിൽ അല്ലെങ്കിൽ പരസ്ത്രീയിലേക്ക് മനസ്സേ പോയുള്ളൂ. പക്ഷേ ബന്ധപ്പെട്ടതുപോലുള്ള ഫലം അവിടെ ആയിക്കഴിഞ്ഞു. ഹിംസ പറയുന്നിടത്ത് എന്താണ് പറയുന്നത്? ഓരോ മിനിറ്റ് 2 എണ്ണം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാന്ന് പറഞ്ഞ് പല്ല് മുഴുവൻ കടിക്കണ്ട, അതിനു മുമ്പേ തന്നെ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിത ഗിരത്തിൽ വന്നു കഴിഞ്ഞു. റെക്കോർഡിങ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ശരിക്കും സ്ഥൂലമായിട്ട് ആ ഹിംസ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിൽ ഇതുപോലെയാണ് ഈ പറഞ്ഞ വ്യഭിചാരമോ അതോ ഇതൊക്കെ ദേഷ്യമൊക്കെ അതുപോലെയാണ്. അപ്പോൾ ഉള്ളിൽ ഈ വികാരങ്ങൾ വരുന്നത് അപകടമാണ്. അപ്പോൾ ക്രോധമായാലും ഹിംസയായാലും ഇത്തരം വേണ്ടാത്തത് ഒക്കെ ഉള്ളിൽ വരാതെ സൂക്ഷിക്കണം. അതിനെന്ത് വേണം? ക്രോധം വരുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു തടസ്സം വരുമ്പോഴാണ് എന്നർത്ഥം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോഴാണ് ക്രോധം. അപ്പോൾ എവിടെയാണ് തുടങ്ങിയത്? ആഗ്രഹത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് കാമക്രോധങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉള്ളിലുള്ള കാമമാണ് ഇതിനൊക്കെ. കാമം എന്ന് പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മലയാളത്തിൽ നമ്മൾ പറയുന്ന അർത്ഥമല്ല, സംസ്കൃതത്തിൽ ഉത്കടമായ ആഗ്രഹം. ആ കാമമാണ് ഈ അപകടത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. കാമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്കടമായ ആഗ്രഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപൂർണതാബോധത്തിൽ നിന്നാണ്.
അതും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണനാകും, ഞാൻ ഹാപ്പിയാകും. അതും കൂടെ ഒന്ന് കിട്ടിയ, അത് കിട്ടിക്കഴിയുമ്പോഴോ വീണ്ടും 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 ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ആഗ്രഹങ്ങൾ. ശിവനെ മർത്യന് തൃഷ്ണ തീരുവതുണ്ടോ, ആശയാകുന്ന പാശമതിൽങ്കേന്ന് വേർവിടാതെ കരയുന്നുമേ. വേർവിടാതെ കയറി അല്ല, പിന്നെ കയറുകയാണ്. കയറും തോറും കരയുകയും കൂടാണ്. എന്തുകൊണ്ട്? ആശ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭിക്ഷുഗീതയിൽ പറഞ്ഞത്, ആശാഹി പരമം ദുഃഖം നൈരാശ്യം. നൈരാശ്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആശ ഉണ്ടാകാത്ത അവസ്ഥ, ഉണ്ടായിട്ടുള്ള നിരാശയല്ല സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആഗ്രഹമാണ് നമ്മെ വഴിതെറ്റിക്കുന്നത്. സകല ദുഃഖങ്ങൾക്കും കാരണം ബുദ്ധന്റെ സംഹിതയിലെ, ബുദ്ധന്റെ ടീച്ചിങ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നതാണ്, ഡിസയർ ഈസ് ദി കോസ് ഓഫ് വറി. ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. അപ്പൊ ക്രോധത്തെയും ലോഭത്തെയും ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഒന്നിനെ മാത്രം നിയന്ത്രിച്ചാൽ മതി. ഏതിനെ? ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹത്തിന്റെ അനാട്ടമിയിലിട്ട് പോയാൽ സമയം ഒരുപാട് പോകും, എങ്കിലും സൂചിപ്പിക്കട്ടെ. ആഗ്രഹം എന്തുകൊണ്ടാണ് വരുന്നത്? അതുണ്ടെങ്കിൽ സുഖം, ഇതുണ്ടെങ്കിൽ സുഖം എന്നുള്ള തോന്നൽ കൊണ്ടാണ്. ഉള്ളിൽ തന്നെ ഈ സന്തോഷത്തെ കണ്ടെത്താൻ കഴിയുമ്പോൾ, അഥവാ ആത്മജ്ഞാനം, ആത്മലാഭം നേടിക്കഴിയുമ്പോൾ മറ്റൊന്നിൻ്റെ അപേക്ഷ വേണ്ടിവരില്ല. നിരപേക്ഷമായ ആനന്ദം തൻ്റെ ഉള്ളിൽ സഹജമായിട്ട് കണ്ടെത്തുമ്പോൾ പിന്നെ പുറമേ ഒന്നിനെയും അപേക്ഷിക്കാതെ സന്തുഷ്ടനായിട്ടിരിക്കും. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ആദ്യം എന്താ പറഞ്ഞത്? ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ, തന്നിൽ താൻ തന്നെ സന്തോഷമായിട്ടിരിക്കുന്നു, വേറൊന്നിൻ്റെ ആവശ്യമില്ലാതെ. ഇത് ഭാവത്തിലെത്തിയാൽ പിന്നെ ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹമില്ലെങ്കിൽ പിന്നെ ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഒന്നും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം വഴി എന്താണ്? ജ്ഞാനപ്രാപ്തി, അറിവ് നേടാത്തതാണ്. ഈ ശാസ്ത്രത്തിന്റെ ഏത് ഭാഗത്തുകൂടി അനലൈസ് ചെയ്താൽ നമ്മൾ ഒടുവിലെത്തുന്നത് എവിടെയാണ്? ശരിയായ അറിവ് നേടലാണ് ഇതിനെല്ലാം ഉള്ള മാർഗം. അതല്ലാതെയുള്ളതൊക്കെ ശാശ്വതമായ ഫലത്തെ ഒന്നും നമുക്ക് തരില്ല എന്നർത്ഥം. ക്രോധമല്ലോ യമനായത് നിർണ്ണനം, വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും, സന്തോഷമാകുന്നതോ നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. ശാന്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പറയും, നചാഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. സുഖം വേണമെങ്കിൽ എന്ത് വേണം? ശാന്തി വേണം. ഭക്തിയുള്ളവന് മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലൊക്കെ പൂജാരിമാരെ എന്താ പറയുന്നത്? ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂജയൊക്കെ സാധനയായിട്ട് ചെയ്ത് സ്വയം ശാന്തരായവരാണ്, അവർക്കാണ് ശാന്തിക്കാരാകാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചെല്ലുന്നവർക്കൂടെ ശാന്തിയെ കൊടുക്കാൻ കഴിയും. അവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് ശാന്തി. ഇപ്പോഴത്തെ കാര്യം അങ്ങനെയാണെന്നല്ല പറയുന്നത്, അതവരവരെ സൗകര്യം പോലെ ആലോചിച്ചത്. അത് നമുക്ക് പറയാൻ ബാധ്യതയില്ല, അഥവാ ഇവിടെ ഇരുന്ന് പറയാൻ പാടില്ല. വാക്കിന്റെ അർത്ഥം അതാണ്. അശാന്തസ്യ കുത സുഖം. ശാന്തിയില്ലാത്തവന് സുഖം എവിടെ? അപ്പൊ സുഖത്തിന്റെ അളവുകോൽ മനസ്സിന്റെ ശാന്തിയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒന്നിനും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ല. ആത്മനീയേവ ആത്മനാ തുഷ്ട. തന്നിൽ തന്നെ ഈ ശാന്തിയെ കണ്ടെത്തുകയല്ലാതെ വേറെ യാതൊരു പോംവഴിയും ഇല്ല. മറ്റുള്ളതൊക്കെ തൽക്കാലത്തേക്ക് ചിലപ്പോൾ സുഖം തരുന്ന പോലെ, സന്തോഷം തരുന്നത് പോലെ, മനസ്സിനെ ശാന്തമാക്കുന്ന പോലെ തോന്നാം. പക്ഷെ ആ സാഹചര്യം മാറിക്കഴിയുമ്പോൾ അതിൻ്റെ പൂർവാധികം ഭംഗിയായി, അല്ലെ? നോട്ടീസിലൊക്കെ കാണുകയല്ലേ, ചിലരറിയാതെ കല്യാണത്തിനും കൂടെ അങ്ങ് എഴുതും അതില്ലേ, പൂർവാധികം ഭംഗിയായി.
ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭരിക്ക നീ, സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. ഈ ശാന്തി ഉള്ളിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അശാന്തിയും ഉണ്ടാകില്ല, ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല. സന്താപം എന്നാൽ ഒരു ജാതി, ഒരു തരത്തിലുള്ള അസുഖവും ദുഃഖവും ഉണ്ടാകില്ല. കാരണം ദുഃഖം പലതരത്തിൽ വരാം. ഒന്നും ആധി ദൈവിക, ആധി ആത്മിക, ഒന്നും വരില്ല എന്നർത്ഥം. താപത്രയത്തിൽ നിന്നും മോചനം കിട്ടാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്നർത്ഥം. പിന്നെ വീണ്ടും ആത്മസ്വരൂപത്തെ ഒന്നുകൂടെ വർണ്ണിക്കുകയാണ്. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. ആത്മാവിന്റെ മഹിമയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലേ വസിപ്പതാത്മാവുകൾ. ഈ മേലേ വസിപ്പതെന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതൊക്കെ ശ്രേഷ്ഠമായതിനെ എന്നാണ് സങ്കല്പം. ഓഫീസുകളിൽ പോലും പറയുന്നത് എന്താണ്? ഹയർ പോസ്റ്റ് അല്ലേ? LDC UDC ആയി അല്ലെങ്കിൽ ഡയറക്ടറായി എന്ത് പറയും? ഹയർ പോസ്റ്റ്. ഹയർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠമായത്. ഇവിടെ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം മേലെയാണ് വസിപ്പ് ആത്മാവ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ ദേഹ ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികൾ എല്ലാം ജഡങ്ങളാണ്. ജഡം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്വതവേ പ്രവർത്തന ശക്തി ഇല്ലാത്തത് എന്നർത്ഥം. അപ്പൊ ജഡങ്ങളായ ദേഹ ഇന്ദ്രിയ പ്രാണ മനോബുദ്ധ്യാദികളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? ആത്മാവാണ്. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത്. ആത്മാവിന്റെ അസാന്നിധ്യത്തിൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? ഉപനിഷത്തിൽ ഇത് കഥയായിട്ടൊക്കെ സൂചിപ്പിക്കുന്ന കാണാമെന്നർത്ഥം. ഈ ഇന്ദ്രിയങ്ങളും പ്രാണനും ബുദ്ധിയൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഞാനാ ശ്രേഷ്ഠൻ, ഞാനാ ശ്രേഷ്ഠൻ, എന്നാ നീ താനൊന്ന് പോയി നോക്ക്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇതൊക്കെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഒടുവിൽ മുഖ്യപ്രാണൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും പറഞ്ഞു പോകരുതേ. കാരണം എന്തുകൊണ്ട്? ഈ മുഖ്യപ്രാണൻ ഉള്ളതുകൊണ്ടാണ് ഈ ചേഷ്ടകളൊക്കെ നടക്കുന്നത്. ആ മുഖ്യപ്രാണനും നിലനിൽക്കുന്നത് ഉള്ളിൽ ഈ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അത് നന്നായിട്ട് ഉറപ്പിക്കണം. എന്നിട്ടോ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി ആത്മാ ലക്ഷണങ്ങളെക്കുറിച്ച് സ്വരൂപ ലക്ഷണം എന്ന് പറയും ഇങ്ങനെ വിശദീകരിക്കുന്നതിന് എന്നർത്ഥം. എന്തൊക്കെയാണ് പറയുന്നത്? ശുദ്ധ സ്വയം ജ്യോതി ആനന്ദപൂർണം. ശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മായയുടെ കലർപ്പ് ഇല്ലാതെ, മായാബന്ധം ഇല്ലാതെ, നിർമ്മലം, നിരഞ്ജനം. ഈ വാക്കുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് മാലിന്യം കലരുന്നില്ല, അതുകൊണ്ട് ശുദ്ധമാണ്. പിന്നെ സ്വയം ജ്യോതി. എന്താ സ്വയം ജ്യോതി? സ്വയം പ്രകാശിക്കുന്നതാണ് ആത്മാവ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വസ്തു ഇല്ല. അപ്പൊ സ്വയം ജ്യോതി. ജ്യോതിഷാമപി ജ്യോതിഹി. ഗീതയിൽ പറയും എന്ത്? ജ്യോതിസ്സുകളിൽ വെച്ച് ഏറ്റവും വലിയ ജ്യോതിസ് ഞാനാണ്. എന്തുകൊണ്ട്? പ്രകാശത്തിന്റെ സ്രോതസ്സുകളായ സൂര്യനും ചന്ദ്രനും ഒക്കെ എന്റെ തേജസ് കൊണ്ടാണ്. അല്ലേ? ഉച്ചയ്ക്ക് നമ്മൾ ജപിച്ചപ്പോൾ ഉണ്ടായിരുന്നു, അതിൽ കേട്ടിരുന്നു. എന്താണ്? യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യശ്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. അഖില ജഗത്തിനെയും ഭാസിക്കുന്ന, ശോഭിപ്പിക്കുന്ന സൂര്യൻ. യശ്ചന്ദ്രമസി ചന്ദ്രൻ, യച് അഗ്നൗ അഗ്നി, തത്തേജഃ വിദ്ധി മാമകം. നമ്മളിവിടെ ആരതി കാണിക്കുമ്പോൾ പറയുന്ന ഒരു മന്ത്രമുണ്ട്, പലർക്കും അറിയില്ല, അതുകൊണ്ട് ജപിക്കുന്നില്ല. അത് എഴുതിയില്ല, കടലാസിൽ എഴുതിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ തമേവ ഭാന്തമനുഭാതി സർവം
തം ഏവ ഭാന്തം അനുഭാതി സർവം. അത് മാത്രമാണ് ശോഭയുള്ളത്, അത് മാത്രമാണ് മറ്റുള്ളതിനെയൊക്കെ ശോഭിപ്പിക്കുന്നത്. തസ്യ ഭാസാ സർവമിദം വിഭാതി. അതിൻ്റെ ശോഭ കൊണ്ടാണ് ഇതെല്ലാം. അപ്പൊ ഇത്തിരി ഒരു കഷ്ണം കർപ്പൂരം അതിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഭഗവാനെ ശോഭിപ്പിക്കുകയാണ് എന്നാരും ധരിക്കരുതേ. അതാണ് ആരതി ചൊല്ലുമ്പോൾ ഈ മന്ത്രം നമ്മൾ പറഞ്ഞ തത്ര സൂര്യോഭാതി. ആ ചൈതന്യത്തിന്റെ മുമ്പിൽ സൂര്യൻ ശോഭിക്കുന്നില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രന് നക്ഷത്രം ഒന്നും ശോഭിക്കുന്നില്ല. നേമാ വിദ്യുതോ, വിദ്യുത്ത് എന്താ പറയുക, ലൈറ്റ്നിങ്, മിന്നൽ. ഉദോയം അഗ്നി. പിന്നെയാണോ ഈ ചെപ്പിനകത്തിട്ട് 4 കർപ്പൂരത്തിന്റെ ഉദോ അയം അഗ്നി. പിന്നെയാണ് ഈ അഗ്നി. ഇതൊക്കെ കാണിക്കുമ്പോൾ ഉള്ളിൽ എനിക്ക് ഈ ബോധത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ആചാരത്തിന്റെ ഭാഗമായിട്ട് ഈ ബോധം ഉണ്ടാവണമെന്ന്. അതിനാണ് നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. ആ സർവേശ്വരന്റെ പരമാത്മാവിന്റെ ചൈതന്യം കൊണ്ടാണ് എവിടെ പ്രകാശമുണ്ടോ അത് മുഴുവൻ. അതാണ് സ്വയം ജ്യോതി എന്നുള്ള വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ട. ഒന്ന് മറ്റൊന്ന് സൂചിപ്പിച്ചു, അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും ഇല്ല. ശുദ്ധം സ്വയം ജ്യോതിരാനന്ദപൂർണമായി. ആനന്ദം നേരത്തെ പറഞ്ഞു അല്പസ്വരൂപത്തെ സത്ത് ചിത്ത് ആനന്ദഭാവം. ആനന്ദപൂർണമായി, തത്വാർത്ഥമായി, തത്വങ്ങളുടെ അർത്ഥമായിട്ട് അല്ലെ. എല്ലാറ്റിനും നേരത്തെ പറഞ്ഞു തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ. അത് തന്നെ സൂചിപ്പിക്കുന്നു. നിരാകാരമായി, നിത്യമായി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ ആത്മചൈതന്യത്തിന് എവിടെയാണ് ഒരു ആകാരം, പ്രത്യേക രൂപം ഉണ്ടാവുക. ആകാരം എന്ന് പറഞ്ഞാൽ രൂപം, ഫോം. എങ്ങനെയാണ് ഉണ്ടാവുക? ഇമ്പോസിബിൾ അല്ലേ. അതുകൊണ്ട് നിരാകാരം. പിന്നെയോ നിത്യമായി. നിത്യം എന്നുള്ള വാക്ക് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. കാലദേശങ്ങളാൽ ബാധിക്കപ്പെടാതെ. ഭട്ടതിരിപ്പാട് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. കാലദേശാവധിഭ്യാം നിർമുക്തം, അതുകൊണ്ട് നിത്യമുക്തം. അതുകൊണ്ടൊന്നും കൂടെ ചേർത്ത് വായിക്കണേ അവിടെ ബ്രാക്കറ്റിലിട്ടെങ്കിലും അല്ലേ. കാലദേശാവധിഭ്യാം നിർമുക്തമായതുകൊണ്ടാണ് നിത്യമുക്തം എന്ന് മനസ്സിലാക്കണം. എവർ ലിബറേറ്റഡ്, ലിബറേഷൻ ഓഫ് വിച്ച് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എനി ഫാക്ടർ. അത് മനസ്സിലായെങ്കിലേ ഉള്ളിൽ ആ ആശയം നന്നായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. ആ നിത്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നിർവികൽപ്പം പരം. നിർവികൽപ്പമാണ്. യാതൊരു തരത്തിലുള്ള വികൽപ്പങ്ങളുമില്ല. പലതെന്നുള്ള ഒരു തോന്നലേ ഇല്ല. സങ്കല്പ വികൽപ്പാദികൾ, ഇങ്ങനെയോ 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 ഉള്ളതൊക്കെ സങ്കല്പം. അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് തോന്നുന്നതൊക്കെ വികൽപ്പങ്ങൾ. നാനാത്വഭ്രമത്തെയൊക്കെ സൂചിപ്പിക്കുന്നു വികൽപ്പം എന്നുള്ള വാക്ക്. നിർവികൽപ്പം, അത് ശേഷമില്ല. പിന്നെ പരം. പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പരമാത്മാവ് എന്നുള്ളതൊക്കെ കണ്ടു. സത്യം പരം എന്നുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. നിർവികാരം ഘനം. നിർവികാരം എന്ന് പറഞ്ഞാൽ, വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ പറഞ്ഞതാണ് മാറ്റം, രൂപാന്തരം, ഭാവമാറ്റത്തിനാണ് വികാരം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ. അപ്പൊ നിർവികാരം എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റമില്ലാതെ. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു വാക്ക്, ദി ചേഞ്ച്ലെസ് റിയാലിറ്റി ബിഹൈൻഡ് ഓൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വയം മാറാതെ എല്ലാ മാറ്റത്തിനും താങ്ങായിട്ട് നിൽക്കുന്നു. കൂടസ്ഥൻ എന്നൊരു നാമം സഹസ്രനാമത്തിലുണ്ട്, നമ്മളല്ലാതെയൊക്കെ ഉപയോഗിക്കാറുള്ള വാക്കാണ്. കൂടസ്ഥോ വിജിതേന്ദ്രിയ. എന്താ കൂടസ്ഥൻ? കൂടസ്ഥം. അതായത് ഈ ബ്ലാക്ക് സ്മിത്തിന്റെ പറയുന്നത് ഇരുമ്പ് പണിക്കാരുടെ ആ പണിശാലയിൽ ഒരു വലിയ പീഠം കാണും. ആ പീഠത്തിൽ വെച്ചിട്ടാണ് ഇരുമ്പ് ചൂടാക്കി അടിച്ച് അതിൻ്റെ ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ അടിച്ചു മാറ്റുന്ന രൂപമാറ്റം മുഴുവൻ ഏതിന്റെ ആധാരത്തിലാണ് നടക്കുന്നത്? ആ എന്റെ പേരാണ് കൂടം എന്ന് പറയും. ഈ അടിക്കുന്നതിനും കൂടം എന്ന് പറയും, ആ പ്ലാറ്റ്ഫോമിനും കൂടം എന്ന് പറയും. പക്ഷെ ഇതിന് രണ്ടിനും ഏതെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അപ്പൊ സ്വയം മാറാതെ എല്ലാ മാറ്റങ്ങൾക്കും ആധാരമായിട്ട് നിൽക്കുന്ന ചൈതന്യം, അതാണ്
കൂടസ്ഥൻ. ഈ നിർവികാരം എന്നുള്ള വാക്കിനെ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കൂ. ഘനം, ഘനം എന്ന് പറഞ്ഞാൽ തിക് മാസ്. എന്താ പറയുക? സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രം, ആ സാന്ദ്രം എന്നുള്ള വാക്ക് ഈ ഘനവുമായിട്ട് ചേർത്ത് വായിക്കൂ. സാന്ദ്രം, ആനന്ദം, അവബോധം, കട്ടിപിടിച്ചത് എന്നുള്ള അർത്ഥം. സർവൈക കാരണം, സർവ ഏക കാരണം, അങ്ങനെ വായിക്കണം. സർവൈക കാരണം, സർവത്തിനും ഏക കാരണം. സർവലോകൈകനാഥം, സർവ ലോകങ്ങൾക്കും ഏകനാഥൻ. ഇവിടെ സർവ ഏക കാരണം. സർവ ജഗന്മയം, ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് ഭഗവത് ചൈതന്യമാണ്. നേരത്തെ പറഞ്ഞു നമ്മൾ ജന്മാദ്യസ്യ യതഃ, ഈ ജഗത്തിന്റെ ജന്മാദികൾ മുഴുവൻ സംഭവിക്കുന്നത് എന്തിന്റെ ആധാരത്തിലാണ്? മാറ്റമില്ലാതെ, സ്വയം മാറാതെ, എല്ലാ മാറ്റത്തിനും കാരണമായിട്ട് നിൽക്കുന്ന, ആധാരമായിട്ട് നിൽക്കുന്ന പരമാത്മ ചൈതന്യം മാത്രമാണ്. സർവൈക കാരണം, സർവജഗന്മയം, സർവൈക സാക്ഷിണം. ഇതൊക്കെയാണെങ്കിലും ഭഗവാൻ എന്തായിട്ട് നിൽക്കുന്നു? സർവ ഏക സാക്ഷിണം. ഈ മാറ്റങ്ങൾക്കെല്ലാം ആധാരമാണെങ്കിലും ഈ ഒരു മാറ്റത്തിനോടും ഭഗവാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ധ്യാനിച്ചുറപ്പിക്കാൻ കഴിയണം അതിൻ്റെ അർത്ഥം. ഈ ഓരോ വാക്ക് വായിക്കുമ്പോഴും ഉള്ളിൽ ആ വാക്കുകളുടെ ഗഹനത, ഗഹനമായ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പോഴങ്ങനെ ചിന്തിച്ച് മനസ്സിനെ ദൃഢപ്പെടുത്തൂ. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവജ്ഞം ഈശ്വരം. സർവജ്ഞം, എല്ലാം അറിയുന്നവൻ. ഈശ്വരൻ, ഈശ്വരൻ എന്താ പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ, എല്ലാവരെയും നിയന്ത്രിക്കുന്നവരെയാണ് ഈശൻ എന്ന് പറയുന്നത്. ആ വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. അപ്പോൾ മുഖ്യ നിയന്താവ് എന്ന് വേണമെങ്കിൽ പറയാം ഈശ്വരൻ എന്നുള്ളതിന്. അല്ലെങ്കിൽ ഭരണവിദഗ്ധൻ, ഈശൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. ഭരണശ്രേഷ്ഠൻ അങ്ങനെയും പറയാം. എന്തുകൊണ്ട്? ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താങ്ങി നിർത്തുക, നിലനിർത്തുക, സപ്പോർട്ട് ചെയ്യുക, നറീഷ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. ഇതെവിടെയാ ഭാവിക്കേണ്ടത്? ചേതസി. എപ്പോഴാണ്? സർവദാ. സർവദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. അപ്പൊ ശിവരാത്രിയുടെ അന്നോ ജന്മാഷ്ടമിയുടെ അന്നോ മാത്രം ഇരുന്ന് കുടുകുടു കുടുകുടു എന്ന് പറയേണ്ടതല്ല. ആത്മധ്യാനം. പിന്നെന്ത് വേണം? 24 മണിക്കൂറും 365 ദിവസവും അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഭഗവാൻ പുറത്തല്ല, തത ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. ആരോടെപ്പോൾ പറഞ്ഞു? അതാണ് പറഞ്ഞാണ് ഇവിടെ. ഈ യജ്ഞം തുടങ്ങിയതിന് ശേഷം പറഞ്ഞാണ്. പ്രഹ്ലാദൻ സഹപാഠികളെ ഉപദേശിക്കുമ്പോൾ പറയുന്ന വാക്കാണ്. ഹൃദയേശ്വരനായ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കൂ. ഇത് കേട്ടോ, ഒരിക്കൽ കേട്ടാ മറക്കരുത് പ്ലീസ്. തത ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. ഹൃദയേശ്വരനായ ഭഗവാനെ ഹൃദയത്തിലേക്ക്. എന്താ വാക്കുകളുടെയൊക്കെ ഒരു ഭംഗി! ഇതിങ്ങനെ ഓരോ വാക്കുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ധ്യാനാവസ്ഥയിൽ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയണം അതിൻ്റെ സുഖം. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. സർവൈക സാക്ഷിണം സർവജ്ഞമേശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. ആത്മാവിന്റെ സൂചന കഴിഞ്ഞു. പിന്നീട് പറയുകയാണ്, സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. അത് ചേർത്ത് വായിക്കണം. സാരജ്ഞനായ നീ കേൾ. സാരജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
സാരഗ്രാഹി എന്നർത്ഥം. സാരത്തെ ഗ്രഹിക്കുന്നവൻ. നമ്മളൊക്കെയോ പലപ്പോഴും സാരമല്ലാത്തതിനെയാണ് ഗ്രഹിക്കാറുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും സാരമില്ല സാരമില്ല എന്ന് പറയാനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സാരം ഇല്ല. ഈ യജ്ഞമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഓ സാരമില്ല. വലിയ ബുദ്ധിമുട്ടാണ് അവിടെ പോയിരിക്കുന്നതൊക്കെ ഇല്ലേ? ഓ സാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സാരമായിട്ട് പറഞ്ഞു ഒന്നും ഇപ്പോഴും ഇല്ല എന്ന്. സാരജ്ഞനായ നീ കേൾ. അപ്പൊ നമുക്ക് ആരാകാൻ കഴിയണം? സാരഗ്രാഹിയാകാൻ കഴിയണം. സാരഗ്രാഹി എന്ന് വേറൊരാൾക്കൊരു പേരുണ്ട്, അറിയോ? അതല്ല, അത് ഭാവഗ്രാഹിയാണ്. വണ്ടിന്റെ ഒരു പേരാണ് സാരഗ്രാഹി. എന്തുകൊണ്ട്? പൂക്കളിൽ നിന്ന് അതിന്റെ സാരത്തെ മാത്രം ഗ്രഹിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് വണ്ടിന്റെ ഒരു പേരാണ്. പൂവിനൊരു ഉപദ്രവവും വരുത്തില്ല. ആ ഉള്ള തേൻ മുഴുവനും അങ്ങോട്ട് ഊറ്റി കുടിക്കുകയും ചെയ്യില്ല. എന്തുകൊണ്ട്? പുറകിലൊരാൾ വരുന്നുണ്ട്, ഇല്ലേ പലരും വരുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാകും. നമ്മളത് ചെയ്യാറുണ്ടോ എന്ന് ആലോചിക്കൂ. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമുക്ക് സാരഗ്രാഹിയാവാൻ കഴിയട്ടെ, സാരത്തെ ഗ്രഹിക്കുന്നവനാവാൻ കഴിയട്ടെ. കഥയൊക്കെ കേട്ട് കഴിഞ്ഞാലും കഥയ്ക്കൊക്കെ ഉള്ളിലെ സാരത്തെ ഗ്രഹിക്കാൻ കഴിയട്ടെ. സാരജ്ഞനായ നീ കേൾ. ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് ശിഷ്യന് ഗുരുനാഥൻ കൊടുക്കുന്നത്, അനിയന് ജ്യേഷ്ഠൻ കൊടുക്കുന്നത്. സാരജ്ഞനായ നീ കേൾ. നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നീ സാരജ്ഞനാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്താ ഗ്രഹിക്കേണ്ടത്? സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. വായിക്കുമ്പോൾ ചേർത്ത് വായിക്കൂ. സാരജ്ഞനായ നീ കേൾ. നിർത്തണം നിർബന്ധമുണ്ട്, അവിടെ നിർത്തൂ. സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. പ്രാരബ്ധാനുഭവങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? സുഖദവും ദുഃഖദവും ആയിരിക്കും. അനുഭവങ്ങളുടെ പരമ്പരയാണ് പ്രാരബ്ധം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. സഞ്ചിതം, പ്രാരബ്ധം, ആഗമം ഒക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? സുഖദുഃഖദം, സുഖദവും ദുഃഖദവുമായ പ്രാരബ്ധാനുഭവങ്ങളെയൊക്കെ എങ്ങനെ വേണം? അനുഭവിക്കണം. അനുഭവങ്ങളിൽ വിഷമിക്കാതെ ഇരിക്കൂ, ബേജാറാവാതെ ഇരിക്കൂ. സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു, ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീ മുനി ഉച്യതേ. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ. ദുഃഖകരമായ സാഹചര്യങ്ങളിൽ ഉദ്വിഗ്നമാനസനാവാതെ ഇരിക്കുന്നു. ദുഃഖകരങ്ങളായ സുഖവും ദുഃഖവും അനുഭവകാലം അല്ലെങ്കിൽ സുഖവും ദുഃഖവും ഇല്ലാത്തവര് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പ്രാരബ്ധാനുഭവം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളുടെ എല്ലാം കൂടിയുള്ള ആകത്തുകയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ അത് സുഖം കാണും, ദുഃഖം കാണും, ന്യൂട്രലായിട്ട് കാണും, മിശ്രിതം കാണും. 18-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, അനിഷ്ടം ഇഷ്ടം മിശ്രം ച. അനുഭവങ്ങൾ എങ്ങനെ വരും? ഇഷ്ടമായിട്ടും അനിഷ്ടമായിട്ടും മിശ്രമായിട്ടും. ഇത് രണ്ടും കൂടി ഇടകലർന്നു. അതുകൊണ്ട് പ്രാരബ്ധങ്ങളൊക്കെ അനുഭവിക്കാൻ. ഇതാർക്കാ മനസ്സിലാക്കാൻ കഴിയുക? സാരജ്ഞനായ ഒരാളിന് മാത്രമേ ഇതറിയാൻ കഴിയൂ. അല്ലാത്തവരോ ചെറിയൊരു എന്തെങ്കിലും ദുഃഖകരമായ അവസ്ഥ വരുമ്പോൾ തന്നെ കൈയും കാലും ഇട്ട് അടിക്കും. ഹർഷ ശോക ഭയാദികളാണ് നമ്മെ അലട്ടുന്നത്. നാരായണ. അപ്പൊ സുഖദുഃഖദം പ്രാരബ്ധമൊക്കെ അനുഭവിക്കാൻ തയ്യാറാകണം. അതിനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കണം. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തിതിക്ഷ. ഓർമ്മയുണ്ടല്ലോ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം
സാതിദിക്ഷാ നിഗദ്യതേ. എന്താ ദിക്ഷ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞാണ് നമ്മള് അല്ലേ? എല്ലാ ദുഃഖങ്ങളെയും ചിന്തയോ വിലാപമോ ഒന്നുമില്ലാതെ ഇത് എൻ്റെ കർമ്മഫലത്തെ കൊണ്ട് എനിക്ക് വന്നിരിക്കുന്നതാണ്. ഇതിനെൻ്റെ അച്ഛനോ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരുമല്ല ഉത്തരവാദി. ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഈ ഉറപ്പ് നന്നായിട്ട് വന്നാൽ ഇനി അങ്ങോട്ട് വരുന്നതിൽ കാണാം. ഇപ്പം വായിച്ചു നിർത്തിയ ഭാഗത്ത് ഗുഹനോട് ലക്ഷ്മണൻ പറയുന്ന ഭാഗം നോക്കുക. ആരും ആരുടെയും സുഖത്തിന് കാരണമാകുന്നില്ല, പൂർവ്വജന്മാർജിത കർമ്മമത്രേ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ ആവോളം സഹനശക്തി വെച്ച് പുലർത്താൻ കഴിയും. ഇപ്പം മറ്റൊരാളിനെ കുറ്റപ്പെടുത്താനാണ് നമ്മുടെ ശ്രമം പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഏകന്മമ സുഖദാത, അയാളാണ് എനിക്ക് സുഖത്തെ തരുന്നത്, അയാളാണ് എനിക്ക് ദുഃഖത്തെ തരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാനാണ് നമുക്ക് ഇഷ്ടം. അതുകൊണ്ടെന്ത് വേണം? കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായമാചരിച്ചിടുകന്നേ വരൂ. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്. അതിൽ കർമ്മം സ്ഥൂലമായിട്ട് ചെയ്യുന്നത് മുഴുവൻ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യണം? കർത്തവ്യമൊക്കവേ. കർത്തവ്യം എന്ന് പറഞ്ഞാൽ അവശ്യം ചെയ്ത് തീർക്കേണ്ട ചെയ്യേണ്ട കർമ്മങ്ങൾ. ഭാര്യയായിട്ട്, അമ്മയായിട്ട്, അമ്മുമ്മയായിട്ട്, അമ്മായിയമ്മയായിട്ട്, ഇങ്ങനെ ഓരോ റോളുകൾക്കും നമുക്ക് അവശ്യം ചെയ്തു തീർക്കേണ്ട, അവരവൻ്റെ വർണ്ണ ആശ്രമ ധർമ്മം അനുസരിച്ച് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളുണ്ട്. അതിനെയാണ് കർത്തവ്യം എന്ന് സൂചിപ്പിച്ചത് എന്നർത്ഥം. ഗീതയിൽ ഭഗവാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് കാര്യം കർമ്മ എന്ന് പറയും. അവിടെ കാര്യം കർമ്മ എന്ന് സൂചിപ്പിക്കുന്നത് ഓരോരുത്തരും അവശ്യം ചെയ്യേണ്ട കർമ്മങ്ങൾ.